5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ 24 സാക്ഷികൾ കൂറുമാറിയെങ്കിലും അട്ടപ്പാടി മധു വധക്കേസിലെ നീതിയുടെ വെളിച്ചം അണഞ്ഞില്ല. 1-ാം പ്രതിയെ വെറുതെ വിട്ടെങ്കിലും 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കേരള ഹൈക്കോടതി പറഞ്ഞു, ആൾക്കൂട്ട നീതി അനുവദിക്കാനാവില്ല. ഒരു ആദിവാസി യുവാവിന്റെ ജീവന് വിലയിട്ട വിധിയിൽ 1-ാം പ്രതിയെ വെറുതെ വിടാനുണ്ടായ സാഹചര്യം എന്തെന്ന് കോടതി പരിശോധിക്കുന്നു. ഓരോ പ്രവൃത്തിയും മധുവിനെ കാണിച്ചത് വെള്ളം കൊടുക്കാതെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവൻ ആ വെള്ളം കുടിക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഡിജിറ്റൽ യുഗത്തിലെ പുതിയ മാനങ്ങൾ തുറന്ന ഒരു കേസാണ് അട്ടപ്പാടി മധു വധക്കേസ്. കൊലപാതകം മൊബൈലിൽ ചിത്രീകരിക്കുകയും അത് സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തു. സെൽഫി FIRന്റെ ഭാഗമാകുന്ന ഒരു കേസ് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. കേസിൽ 16 പ്രതികളുണ്ടായിരുന്നെങ്കിലും 3 പേർ കുറ്റവിമുക്തരായി. അതിൽ 2 പേരെ നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇതിലെ 1-ാം പ്രതിയെ ഒഴിവാക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കുടുംബത്തിന്റെ അഭിഭാഷകൻ പറയുന്നത് കേൾക്കാം. ഈ കേസിൽ ഒന്നാമത് ഡിജിറ്റൽ എവിഡൻസിനെ മാത്രം ആശ്രയിച്ചാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അതിൽ മുക്കാലി ജംഗ്ഷനിൽ വെച്ച് അവിടുത്തെ ശ്രീരാഗ് ബേക്കറി 14-ാം പ്രതിയുടെ ബേക്കറിയിലെ CCTV ക്യാമറയിലാണ് 1-ാം പ്രതി മധു എന്ന് പറയുന്ന നിരാലംബനായ പ്രതികരിക്കാൻ കഴിയാത്ത ആളെ ആഞ്ഞു ചവിട്ടുന്നത്. പക്ഷേ ഈ ആഞ്ഞു ചവിട്ടുന്നത് ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായതുകൊണ്ട് അത് നമുക്കും കാണാൻ പറ്റില്ല, ആർക്കും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 10 ആളെ കൂട്ടി അതിൻ്റെ നടുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ഒരാളെ ചവിട്ടി കൊല്ലാം എന്നാണ് യഥാർത്ഥത്തിൽ ഈ കോടതിയുടെ വിധിയിൽ വന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കറിയാം 1-ാം പ്രതി ചവിട്ടിയിട്ടുണ്ടെന്ന്, അദ്ദേഹത്തിൻ്റെ ഈ പ്രതിയുടെ വക്കീലിനറിയാം ചവിട്ടിയിട്ടുണ്ടെന്ന്, നമ്മൾ കാണുന്ന എല്ലാവർക്കും അറിയാം ചവിട്ടിയിട്ടുണ്ട്. പക്ഷേ ആർക്കും കാണാൻ പറ്റില്ല. പിന്നെ ചവിട്ടി എന്ന് പറയുന്ന 3 സാക്ഷികളുണ്ടായിരുന്നു. 3 സാക്ഷികളുടെ ടെസ്റ്റിമോണിയൽ എവിഡൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചില്ല. 1-ാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടത് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിത്തമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു. മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന കൂട്ടത്തിൽ ഹുസൈൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് കണ്ടെത്തൽ. അപ്പീൽ പരിഗണിക്കുമ്പോൾ തന്നെ ഹൈക്കോടതി ഹുസൈന് ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം നൽകിയിരുന്നു. കോമൺ ഇന്റൻഷൻ 34 IPC ഇത് തെളിഞ്ഞില്ലെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. മധുവിനെ പിടികൂടി മർദ്ദിച്ച പ്രധാന സംഘത്തിൽ ഹുസൈൻ ഉണ്ടായിരുന്നതായി വിശ്വസനീയമായ മൊഴിയില്ല. സംഭവ സ്ഥലത്ത് പിന്നീട് എത്തിയതിന് മാത്രം 34 IPC ചുമത്താനാവില്ല എന്ന് കോടതി പറഞ്ഞു. കൂടാതെ വീഡിയോയിൽ ഇല്ല. പ്രതികൾ പകർത്തിയ ദൃശ്യങ്ങളിൽ ഹുസൈൻ മധുവിനെ മർദ്ദിക്കുന്നത് കാണുന്നില്ല. ഹുസൈൻ്റെ സാന്നിധ്യം സംബന്ധിച്ച് സാക്ഷികൾ കൂറുമാറുകയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടാകുകയും ചെയ്തു. എന്നാൽ കുടുംബത്തിന് ഇതിൽ വലിയ പരാതിയുണ്ട്. ഇപ്പോഴും ഹുസൈനെ വെറുതെ വിട്ടു എന്നുള്ള ആ ഒരു ഇതിൽ നമ്മളെന്തായാലും അപ്പീൽ പോകും. നമ്മൾ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ അപ്പീൽ പോകും. ഒരു മോഷണാരോപണത്തിന്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ നീതി നടപ്പാക്കിയപ്പോൾ അത് നീതിന്യായ വ്യവസ്ഥയോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണെന്നതിൽ ആർക്കും സംശയമില്ല. അതായിരുന്നു അട്ടപ്പാടി മധു വധക്കേസ്.